നമസ്കാരം. രാജ്യതലസ്ഥാനത്ത് നടുക്കിയ ചെങ്കോട്ട കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വീണ്ടും പുറത്തു വരുന്നത്. 13 പേരുടെ ജീവനെടുത്ത സംഭവത്തിന്റെ അന്വേഷണം ഹരിയാനയിലെ ഫരീദാബാദിലെ അൽ ഫലാ സർവകലാശാലയിലേക്കാണ് നീളുന്നത്. തീവ്രവാദ ബന്ധം ആരോപിച്ച് നേരത്തെ ജമ്മു കാശ്മീർ ഭരണകൂടം പിരിച്ചുവിട്ട ഒരു പ്രൊഫസർ സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നതായി കണ്ടെത്തി. ശ്രീനഗറിലെ പ്രമുഖ ആശുപത്രിയിൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്ന ഡോക്ടർ നിസാർ ഉൽ ഹസനെ ആയിരുന്നു 2023 ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പിരിച്ചുവിട്ടത്. ഡോക്ടർ നിസാർ ഉൽ ഹസനായി തെരച്ചിൽ തുടരുകയാണ്. എന്നാൽ ഭീകരവാദ കേസിൽ 2 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിശദീകരണവുമായി ഹരിയാനയിലെ അൽ ഫലാ സർവകലാശാല രംഗത്തു വന്നിട്ടുണ്ട്. അറസ്റ്റിലായ ഡോക്ടർമാർ സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു എന്നതല്ലാതെ ഇവരുമായി സർവകലാശാലയ്ക്ക് ഒരു ബന്ധവും ഇല്ല എന്നാണ് വൈസ് ചാൻസലർ പ്രൊഫസർ ഭൂപീന്ദർ കൗർ ആനന്ദ് അറിയിച്ചത്. അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉൾപ്പെട്ട പ്രതികൾ ഉപയോഗിച്ചിരുന്ന ചുവന്ന എക്കോ സ്പോർട്ട് കാർ കണ്ടെത്തിക്കഴിഞ്ഞു. ഡൽഹിയിലെ സ്ഫോടന വിവരങ്ങൾ വിലയിരുത്താൻ ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ഭീകരവാദത്തോട് സന്ധിയില്ല എന്ന് ആവർത്തിക്കുകയാണ്. ന്യൂസ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഭീകരവാദത്തോട് സന്ധിയില്ലെന്ന് ആവർത്തിച്ച് രാജ്യം. ഡൽഹിയിലേതാ ഭീകരാക്രമണമെന്ന് വിലയിരുത്തി സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം. സ്ഫോടനത്തിൽ ആഴത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. അമിത്ഷായുമായും അജിത് ഡോവലുമായും പ്രത്യേകം ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഡൽഹി സ്ഫോടനത്തിൽ കാർ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സൈന്യം ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഭീകരർ ഉപയോഗിച്ചുവെന്ന് സൂചന. കശ്മീരിലും ഫരീദാബാദിലും പരിശോധന. നൌഗാം സ്വദേശി അറസ്റ്റിൽ. ഒരു ഡോക്ടറെ കൂടി തെരയുന്നു. ഡോക്ടർ നിസാർ ഉൽ ഹസന് കേസുമായി ബന്ധമുണ്ടെന്ന് സംശയം. ഇസ്ലാമാബാദ് സ്ഫോടനത്തിൽ പാക് പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി ഇന്ത്യ. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് തന്ത്രമെന്ന് പരിഹാസം. പാകിസ്ഥാനിലും ഇന്ത്യയിലും നടന്ന ആക്രമണങ്ങളിൽ ഇരട്ടത്താപ്പുമായി അമേരിക്ക. പ്രതിസന്ധി അയയാതെ BBC. ചെയർപേഴ്സന്റെ ക്ഷമാപണം തള്ളി അമേരിക്കൻ പ്രസിഡന്റ്. നഷ്ടപരിഹാരമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ഡൊണാൾഡ് ട്രംപ്. ബീഹാറിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തള്ളി മഹാസഖ്യം. ജനങ്ങൾ മാറ്റത്തിനായാണ് വോട്ട് ചെയ്തത് എന്ന് തേജസ്വി യാദവ്. മഹാഗഡ്ബന്ധൻ സർക്കാർ രൂപീകരിക്കും. തുടർ ഭരണ പ്രതീക്ഷയിൽ NDA. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ. തിരുവനന്തപുരത്ത് LDF-ന് തലവേദനയായി വിമതർ. എറണാകുളത്ത് സീറ്റ് വിഭജനത്തിൽ BJP BDJS ഭിന്നത. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJP-യിൽ ഭിന്നത രൂക്ഷം. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസിനോടിടഞ്ഞ് കേരള കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പത്മകുമാറിലേക്ക്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടി പത്മകുമാർ. തട്ടിപ്പ് മുഴുവൻ ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. സന്നിധാനത്തെ പോലീസ് വിന്യാസത്തിലും സർക്കാരിന് ഗുരുതര വീഴ്ച. പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ നിയമിച്ചത് വിവാദത്തിൽ. ഒടുവിൽ PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത്. വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചത് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ RSSന്റെ അജണ്ടയ്ക്കെതിരായ വിജയമെന്ന് ബിനോയ് വിശ്വം. വിവാദ പരാമർശവുമായി കേരള സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗം. ഡീൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ദളിത് വ്യക്തിയെന്ന TG വിനോദ് കുമാർ. സെനറ്റ് യോഗത്തിനെത്തിയ VCയെ തടഞ്ഞ് SFI. ജാതി അധിക്ഷേപം നടത്തിയ വിജയകുമാരിയെ പുറത്താക്കണമെന്ന ആവശ്യം. വ്യാജ ആരോപണമെന്ന് BJP.
ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ചോദ്യം ചെയ്യാൻ അമിത് ചക്കാലക്കലിന് ED നോട്ടീസ്. ദുൽഖറിനെയും വിളിപ്പിക്കും. മറ്റന്നാൾ റിലീസ് ചെയ്യാനിരിക്കെ ദുൽഖർ ചിത്രം കാന്ത കോടതിയിലേക്ക്. നവംബർ 26-ന് ഹാജരാകാൻ ദുൽഖറിന് കോടതിയുടെ നോട്ടീസ്. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ഭാഗവതരുടെ ബയോപിക് എന്ന കൊച്ചുമകന്റെ പരാതി. സ്ഥിര വരുമാനമില്ലാത്ത അമ്മയ്ക്ക് മക്കൾ ജീവനാംശം നൽകണമെന്ന് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. അമ്മയ്ക്കൊന്നും നൽകാനാവില്ലെന്ന് 2 ലക്ഷം രൂപ വരുമാനമുള്ള മകൻ. വിവാഹിതനെന്ന നിലയ്ക്ക് സ്വന്തം കുടുംബത്തെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന വാദം കോടതി തള്ളി. അമ്മയെ സംരക്ഷിച്ചേ മതിയാകൂവെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി. ഭീകരർക്ക് മറുപടി നൽകും. ഭീകരവാദത്തെ സന്ധിയില്ലാതെ നേരിടും എന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം. ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തെ സംബന്ധിച്ച തുടർ നടപടികൾ വിലയിരുത്താൻ ചേർന്ന പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ ആയിരുന്നു ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം, സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, സർക്കാരിന്റെ ഭാവി സുരക്ഷാ പദ്ധതികൾ എന്നിവ ഈ യോഗം അവലോകനം ചെയ്തു. യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി അമിത്ഷായുമായും അജിത് ഡോവലുമായും പ്രത്യേകം ചർച്ചയും നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, രാജ്യത്തെ നടുക്കിയ സ്ഫോടനം ആണ് ഉണ്ടായത്. ആ സ്ഫോടന സമയത്തടക്കം പ്രധാനമന്ത്രി വിദേശത്തായിരുന്നു. പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തിരികെ എത്തുകയും ആശുപത്രിയിൽ അടക്കം ഈ പരിക്കേറ്റവരെയും മറ്റും സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷമാണല്ലോ നിർണായകമായ യോഗം ചേർന്നത്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുത്തത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പ്രധാനമന്ത്രി ഡൽഹിയിലെത്തി ഉടനെ തന്നെ നേരെ ഈ ആശുപത്രിയിലേക്ക് ചെല്ലുകയും പരിക്കേറ്റ ആളുകളെ കാണുകയുമാണ് ചെയ്തത്. അവർക്കുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും പ്രധാനമന്ത്രി ആരാഞ്ഞു. അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുക എന്നതിന് പ്രഥമ പരിഗണന നൽകണം എന്ന നിർദ്ദേശം അവിടെ നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും 2 ആളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. പ്രധാനമന്ത്രി അതിനുശേഷമാണ് ഈ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിൽ പങ്കെടുക്കുകയും അതിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്തത്. അതിൽ ഒരു കാര്യം വ്യക്തമാക്കി, ഈ സംഭവത്തെ അപലപിച്ചു. അതിൽ പരിക്കേറ്റവരും ജീവൻ നഷ്ടപ്പെട്ടവർക്കും ഒക്കെ ഉള്ള ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ നടന്നത് ഒരു തീവ്രവാദ ആക്രമണമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈ സമിതി വിലയിരുത്തി. അപ്പോൾ നേരത്തെയും സമാനമായ രീതിയിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഇതുപോലെ ഒരു യോഗം ചേർന്നിരുന്നു. പിന്നീടാണ് മറ്റു തുടർ നടപടികളിലേക്ക് പോയത് എന്നുകൂടി നാം ഇവിടെ ഓർക്കണം. സമാനമായ രീതിയിൽ ഈ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരിക്കുന്നു. അജിത് ഡോവൽ ഈ സമിതി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായും ഈ യോഗത്തിൽ S ജയശങ്കർ ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി S ജയശങ്കർ ഉണ്ടായിരുന്നു, അമിത്ഷാ, അതുപോലുള്ള മുതിർന്ന മന്ത്രിമാരുണ്ടായിരുന്നു. പൊതുവേ ഇത് എന്തൊക്കെയാണ് തുടർ നടപടികൾ, എങ്ങനെയൊക്കെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ നിലയുറപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി അനുബന്ധമായ കാര്യങ്ങൾ എങ്ങനെ നീങ്ങും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതിന് ഇത്തരത്തിൽ ഒരു ശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ രാജ്യം തീവ്രവാദത്തിന് ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന നിലപാട് ക്യാബിനറ്റ് സമിതിയിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. തീവ്രവാദത്തിനോട് സന്ധിയില്ലാത്ത നിലപാട് തന്നെ രാജ്യം സ്വീകരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് പിന്നീട് അശ്വിനി വൈഷ്ണവ് ഇത് തുടർന്ന് പുറത്തേക്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയുടെ സംഘം ഹരിയാനയിലെത്തിയിരിക്കുന്നു. അവിടെ നേരത്തെ ഉള്ള പരിശോധനകൾ നടത്തുന്നു. അതോടൊപ്പം നേരത്തെ സംശയത്തിലുണ്ടായിരുന്ന ഒരു റെഡ് എക്കോസ്പോർട്ട് കാർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഡോക്ടർ ഉമർ നബിയുടേതാണ്. ഈ ഡോക്ടർ ഉമർ നബി 2 കാറുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ 2 കാറുകളിൽ രണ്ടാമത്തെ കാർ
കൂടി കണ്ടെത്തിയിരുന്നു. എക്കോസ്പോർട്ട് കാറിൻ്റെ നമ്പർ DL 10CK0458 ആയിരുന്നു. അത് ഉമർ നബി ഉപയോഗിച്ചിരുന്ന കാറാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ഫോർഡിൻ്റെ റെഡ് എക്കോ സ്പോർട്ട് കാർ ഇപ്പോൾ ഡൽഹി പോലീസ് അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ അവിടെ തുടരുകയാണ്. ഇതോടൊപ്പമാണ് മറ്റൊരു പ്രധാന സംഭവം കൂടി ഇന്ന് പുറത്തു വരുന്നത്. ഒരു ഡോക്ടറെ കൂടി ഇപ്പോൾ പോലീസ് തിരയുകയാണ്. ഈ ഡോക്ടറെ സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ നിസാറുൽ ഹസൻ ആണ് ഇപ്പോൾ ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്രത്യക്ഷനായിട്ടുള്ളത്. ഈ ഒളിവിൽ പോയ ഡോക്ടർക്ക് ഈ സംഘവുമായി ബന്ധമുണ്ട് എന്ന സംശയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾക്ക് എതിരെ നേരത്തെ ജമ്മു കശ്മീർ സർക്കാർ ചില കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവ് 21/11/2023 പുറത്തിറങ്ങിയ ഒരു ഉത്തരവാണ്. ഈ ഡോക്ടർ നിസാറുൽ ഹസൻ എന്ന ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ജോലി ചെയ്ത് അവിടെ നിന്ന് ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ള ഈ ഡോക്ടർ നേരത്തെ കാശ്മീരിലായിരുന്നു. കാശ്മീരിൽ വെച്ച് ചില വിഘടനവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തിരുന്നു. SMHS ഹോസ്പിറ്റൽ ശ്രീനഗറിൽ ആണ് ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് ഇയാൾ ഈ ഡോക്ടർമാരുടെ സംഘടനയെ മറയാക്കി ഈ വിഘടനവാദികൾക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കണ്ടെത്തിയത്. തുടർന്ന് അത് സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തുകയും അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഇത് സംബന്ധിച്ച് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ലഫ്റ്റനന്റ് ഗവർണർ ഈസ് സാറ്റിസ്ഫൈഡ് ആഫ്റ്റർ കൺസിഡറിംഗ് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ that the activities of Dr. Nisarul Hasan, Assistant Professor, SMHS Hospital, Srinagar, are to warrant his dismissal from service എന്നാണ്. അപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് അന്നത്തെ അന്വേഷണത്തിൽ വ്യക്തമായി. അത്തരത്തിൽ ഒരാൾക്കാണ് പിന്നീട് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് ജോലി ചെയ്യാനുള്ള അവസരമൊരുക്കിയത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഏതായാലും ഇയാൾ അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. ഇയാളുടെ വിലാസം ശ്രീനഗർകാരനാണ്. ഗുലാം ഹസൻ എന്ന ആളുടെ മകനാണ്. അച്ചാബൽ എന്ന സോപുരയിലെ ബാരമുള്ളയിലെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇയാൾ വരുന്നത്. അവിടെ ജമ്മു കശ്മീരിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടയാളാണ് എന്ന സംശയം വരികയും അതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തയാളാണ്. അപ്പോൾ ഇത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. കാരണം ഈ വിദ്യാസമ്പന്നരായ ആളുകൾ ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു. വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു മുഖം രാജ്യത്ത് പ്രകടമാകുന്നു. നേരത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെയാണ് തീവ്രവാദത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്നതെന്ന ഒരു ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വൈറ്റ് കോളർ ആളുകൾ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരാകുന്നതിൻ്റെ കാരണമെന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു. ഇതോടൊപ്പം തന്നെ സ്ത്രീകളും വനിതാ ഡോക്ടറും വിദ്യാസമ്പന്നരുമായ ആളുകളൊക്കെ തീവ്രവാദത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാരണമെന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. ഏതായാലും വിശദമായ അന്വേഷണം തുടരുന്നു. തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്തൊരു നിലപാടാണ് രാജ്യം സ്വീകരിക്കുക എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഈ അന്വേഷണം മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയും സംശയമുള്ള ആളുകളെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, അതുപോലെ ഡൽഹിക്ക് സമീപമുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തീവ്രമായ പരിശോധനകൾ നടക്കുന്നു. ജമ്മു കശ്മീരിൽ നേരത്തെ ലഭിച്ച ഒരു ലഘുലേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണമൊക്കെ അവിടെ നിന്ന് ആരംഭിച്ചത്. അതിപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. ഇവിടെ ഡൽഹിയിലും ഹരിയാനയിലുമൊക്കെയുള്ള സംശയിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ ശ്രീനഗറിലും അതുപോലെ കാശ്മീരിലുമൊക്കെ പരിശോധനകൾ തുടരുകയാണ്. ഈ സർവകലാശാലയിൽ നിന്നുള്ള 70ഓളം ആളുകളെ ചോദ്യം ചെയ്തു. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ തീവ്രവാദവുമായി ബന്ധമില്ല എന്ന് അവിടുത്തെ വൈസ് ചാൻസലർ പറയുമ്പോൾ അവിടുത്തെ ഈ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ ആഴത്തിലുള്ളൊരു അന്വേഷണം ഉണ്ടാകും എന്ന് വ്യക്തമാണ്. പ്രധാനമന്ത്രി ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു: യാതൊരു തരത്തിലുള്ളൊരു വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറാകില്ല. ഗൂഢാലോചന നടത്തിയ ആളുകളെ കണ്ടുപിടിച്ച് ഈ വിഷയത്തിൽ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പ്രധാനമന്ത്രി
നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗൂഢാലോചനക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, നീതി നടപ്പിലാക്കും എന്ന കാര്യം അസന്നിഗ്ധമായി തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അമിത്ഷായും ഈ വിഷയം ഇന്ന് പ്രധാനമന്ത്രിയുമായി ആഴത്തിൽ ചർച്ച ചെയ്തു. നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. ഒപ്പം തന്നെ ഈ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉള്ള സൈനിക സന്നദ്ധതയും യോഗം വിലയിരുത്തി എന്നാണ് വ്യക്തമാകുന്നത്. ഇതാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരുന്ന ചുവന്ന എക്കോ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്നു. അതുമാത്രവുമല്ല, മറ്റൊരു ഡോക്ടർക്ക് കൂടി ഈ ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം ഈ ഡോക്ടറെ നേരത്തെ വിഘടനവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ജമ്മു കാശ്മീർ സർക്കാർ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുറത്താക്കിയിരുന്നു. ഈ ഡോക്ടറെ ആണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഈ ഡോക്ടറിന് വേണ്ടിയുള്ള തെരച്ചിലും ഇപ്പോൾ തുടരുകയാണ്. അതേസമയം തന്നെ, അതായത് ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, ഏതാണ്ട് 9 മണിക്കൂറുകൾക്ക് ശേഷം ആയിരുന്നു ഇസ്ലാമാബാദിൽ സ്ഫോടനമുണ്ടായത്. പക്ഷേ ആ സ്ഫോടനം അത് തെഹ്രീക്ക് താലിബാൻ ആണ് എന്ന് പറയുമ്പോൾ പോലും അതിൽ ഇന്ത്യക്ക് മേലുള്ള കുറ്റപ്പെടുത്തൽ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഇരട്ട ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന ഷഹബാസ് ഷെരീഫിന്റെ ആരോപണങ്ങൾക്കാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിട്ടുള്ളത്. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് തന്ത്രം ആണിത് എന്നതാണ് ഇന്ത്യയുടെ പരിഹാസം. അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യമറിയാമെന്നും പാക് തന്ത്രങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്നലെ ഉച്ചയോടെയാണ് ഇസ്ലാമാബാദ് കോടതിക്ക് സമീപം 12 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനം നടന്നത്. സംഭവത്തിൽ 27 പേർക്ക് പരുക്കേറ്റു. പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്ക് താലിബാനാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അനിസ്ലാമിക നിയമങ്ങൾ പ്രകാരം വിധികൾ നടപ്പിലാക്കിയ ജഡ്ജിമാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥരെന്നിവരെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് TTP പ്രസ്താവനയിൽ അറിയിച്ചത്. ഖൈബർ പക്തൂൺ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വാനയിലെ കേഡറ്റ് കോളേജിലും തെഹ്രീക്ക് താലിബാൻ ആക്രമണം നടത്തിയിരുന്നു. ഇവിടെയും കാർ ബോംബ് സ്ഫോടനം നടത്താനായിരുന്നു നീക്കം. ഒപ്പം വിദ്യാർത്ഥികളെ ബന്ദികളാക്കാനും ശ്രമം നടത്തി. തുടർന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇടപെടലിലാണ് ഇത് തകർക്കാനായത്. 2 സംഭവത്തിലും TTPയുടെ സാന്നിധ്യം തെളിഞ്ഞിട്ടും വിഷയം ഇന്ത്യയുടെ തലയിലിടാനാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശ്രമിച്ചത്. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസത്തിന്റെ ഭാഗമാണ് ആക്രമണങ്ങളെന്നാണ് ഷഹബാസിന്റെ ആരോപണം. എന്നാൽ യാതൊരു തെളിവുമില്ലാതെ വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു പാക് വാദങ്ങൾ. വിഷയത്തിൽ ഷഹബാസ് ഷെരീഫിന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ചുട്ട മറുപടി നൽകി. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ പതിവ് തന്ത്രമാണ് ഇതെന്നാണ് പരിഹാസം. അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യമറിയാം. ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയുള്ള ഔദ്യോഗിക പ്രസ്താവന പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാന് ഇന്ത്യ ഇത്തരത്തിൽ മറുപടി നൽകുമ്പോൾ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഫോടനങ്ങൾക്ക് പിന്നാലെ പ്രതികരണവുമായി അമേരിക്ക രംഗത്ത് വന്നിരുന്നു. പക്ഷേ അവിടെ അമേരിക്കയുടെ ആ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത് ഇരട്ടത്താപ്പാണ്. ഇസ്ലാമാബാദിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച US എംബസി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാനൊപ്പമുണ്ട് എന്നും എക്സ്പോസ്റ്റിലൂടെ അറിയിക്കുകയുണ്ടായി. അതേസമയം ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയുള്ള സെർജിയോ ഗോറിന്റെ എക്സ്പോസ്റ്റിൽ ഭീകരവാദം എന്നൊരു പരാമർശമേ ഇല്ല. വിഷയത്തിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ചെങ്കോട്ടയിൽ കാർ ബോംബ് സ്ഫോടനം നടന്ന് ഒരു ദിവസം വൈകിയാണ് ഇന്ത്യയിലെ US എംബസി അനുശോചനം രേഖപ്പെടുത്തിയത്. ന്യൂഡൽഹി സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം തങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും ഉണ്ടെന്നായിരുന്നു എക്സ്പോസ്റ്റ്. പരുക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പുതുതായി ചുമതലയേറ്റ ഇന്ത്യൻ അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞു. എന്നാൽ അതിലെവിടെയും ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അതേസമയം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പാക് US എംബസി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒപ്പമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. രാജ്യത്ത് സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ
പ്രതിജ്ഞാബദ്ധരാണെന്നാണ് എംബസി വ്യക്തമാക്കിയത്. ആക്രമണങ്ങൾക്ക് കാരണം ഇന്ത്യയാണെന്ന ഷഹബാസ് ഷെരീഫിന്റെ ആരോപണം നിലനിൽക്കെയാണ് അമേരിക്കയുടെ പിന്തുണ എന്നതും ശ്രദ്ധേയമാണ്. US നിലപാടിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യയിലെ പുതിയ US അംബാസിഡർ ചുമതലയേറ്റത് ഇന്നലെയായതിനാലാണ് അമേരിക്കയുടെ അനുശോചനം വൈകിയത് എന്ന് കരുതാമെങ്കിലും പാകിസ്ഥാന് നൽകുന്ന അളവിൽ കവിഞ്ഞ പിന്തുണയുടെ അർത്ഥമെന്താണെന്ന് വ്യക്തമല്ല. വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യെസ്, അതാണ്. ട്രംപിന് വേണ്ടിയാണ് സ്വാഭാവികമായും അവരുടെ പ്രതിനിധികൾ സംസാരിക്കുന്നത് എങ്കിൽ പോലും ട്രംപ് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ട്രംപ് മറ്റൊരു വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നുണ്ട്. അത് BBC-ക്കെതിരായ നഷ്ടപരിഹാര വിഷയത്തിലാണ്. BBC നേരിടുന്ന പ്രതിസന്ധി അയയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെയർപേഴ്സന്റെ ക്ഷമാപണം തള്ളിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നഷ്ടപരിഹാരം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Are you going ahead and suing the BBC? Well, I guess I have to. Why not? Because they defrauded the public. And they've admitted it. They actually changed my January 6th speech, which was a beautiful speech, which was a very calming speech, and they made it sound radical. And they actually changed it. What they did was rather incredible. They're showing me the results later on, the results of what they did, how they butchered it up. But it was very dishonest. You are saying to our viewers that you will go forward and file a defamation lawsuit against the BBC. Well, I think I have an obligation to do it because you can't allow people to do that. വിവരങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, ചാനലിന്റെ ക്ഷമാപണം പോലും അംഗീകരിക്കുന്നില്ല ട്രംപ് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. BBC നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ്? ട്രംപിന്റെ നിലപാട് കൂടുതൽ ശക്തമാവുകയാണ്. അഭിലാഷ, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് BBC ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപ് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഈ വിഷയത്തിൽ എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ കേസ് കൊടുക്കാനുള്ള ബാധ്യത തനിക്കുണ്ട് എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. അതായത് താൻ നിയമ പോരാട്ടത്തിലേക്ക് പോകും എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അത് ഈ BBC-ക്കെതിരായ നടപടികൾ തുടരും എന്നതിൻ്റെ സൂചനയാണ്. നേരത്തെ ട്രംപിൻ്റെ അഭിഭാഷകൻ BBC-ക്ക് ഏതാണ്ട് $1 ബില്യൺ നഷ്ടപരിഹാരം, ഇതുണ്ടാക്കിയിരിക്കുന്ന മാനഹാനിക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏകദേശം 8300 കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഈ ഡോക്യുമെൻ്ററി എന്താണോ അതിൽ വന്നിട്ടുള്ള പിഴവ് അത് തിരുത്തി യഥാർത്ഥ വസ്തുത, താൻ പറഞ്ഞ യഥാർത്ഥ വസ്തുത ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കണം എന്നൊരാവശ്യവും വെച്ചിട്ടുണ്ടായിരുന്നു ട്രംപ്. അതിന് പുറമെയാണ് ഇപ്പോൾ മറ്റ് നിയമ നടപടികൾ അതിൽ ഉറച്ചു നിൽക്കുമെന്ന ഒരു ഭീഷണി കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതൊരു ഭീഷണിയായി തന്നെയാണ് BBC കാണുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അവർ എല്ലാ തരത്തിലും തെറ്റ് സമ്മതിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് 2 പ്രധാനപ്പെട്ട രാജി ഉണ്ടായിരിക്കുന്നു. ചെയർപേഴ്സൺ സമീർ ഷാ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ സാഹചര്യങ്ങൾ മുന്നിലിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ട്രംപ് തൃപ്തനാകുന്നില്ല. ട്രംപ് ഇതിൽ കേസുമായി മുന്നോട്ട് പോകും എന്ന, അതിനുള്ള ബാധ്യത തനിക്കുണ്ട് എന്ന സന്ദേശമാണ് വീണ്ടും നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ BBC-ക്കൊപ്പം എന്ന ഒരു സന്ദേശം നൽകുകയാണ്. അതായത് ക്രെഡിബിലിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കുന്ന BBC-ക്കൊപ്പം നിൽക്കാനുള്ള ബാധ്യത തനിക്കുണ്ട്. അങ്ങനെ ആ BBC-ക്കൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകും എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ കീർ സ്റ്റാർമർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. നമുക്കറിയാം, വലിയ രീതിയിൽ ബ്രിട്ടനിലും ഇതിനെതിരെ ട്രംപ് അനുകൂലികളും ഒപ്പം തന്നെ UK റിഫോംസും ഒക്കെ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിൽ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്ക ബ്രിട്ടൻ ബന്ധത്തെ തന്നെ ഒരുപക്ഷേ ഈ വിഷയം ഉലയ്ക്കുമോ എന്ന തരത്തിൽ, അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന തരത്തിലൊക്കെ ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യമാണ് കടന്നു പോകുന്നത്. എന്തായാലും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന തരത്തിലുള്ള സൂചനകൾ BBC ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ആവർത്തിച്ചുള്ള ഭീഷണിയാണ്. തെറ്റ് സമ്മതിക്കുമ്പോൾ തന്നെയും ഇത്തരം ഭീഷണികൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന സ്ഥാപനമല്ല BBC കോർപ്പറേഷൻ, അങ്ങനെ ഒരു സ്ഥാപനമല്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇതിനെ ചെറുത്ത് നിൽക്കാൻ തന്നെയാണ് BBC-യുടെ തീരുമാനം. കീർ സ്റ്റാർമർ
ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവന കൂടി ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അമേരിക്ക UK ബന്ധത്തെ ഇതെങ്ങനെ ഉലയ്ക്കുമെന്നത് കാത്തിരുന്ന് കാണാം. ട്രംപിനെ നമുക്കറിയാം, പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നീട് പിന്നോട്ട് പോകുന്ന ട്രംപിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വിഷയത്തിൽ മാപ്പപേക്ഷ കൊണ്ട് ഇനി ഇത് പുതുക്കി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലേക്ക് ട്രംപ് മടങ്ങിയെത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം. വിചിത്രമായ നിലപാടുകളും നിലപാട് മാറ്റങ്ങളും ഒക്കെ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ രേണുക സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധിയാണ് BBC നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇനി നമുക്കറിയേണ്ടത് ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകളാണ്. അവരുടെ നെഞ്ചിടിപ്പേറുകയാണ്. ഇനി ഒരു ദിവസം കൂടിയാണ് വോട്ടെണ്ണലിന് ശേഷിക്കുന്നത്. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വാസുവിന് ശേഷം പത്മകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെങ്കിലും പത്മകുമാർ സാവകാശം തേടിയിരിക്കുകയാണ്. അതിനിടെ എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നതിനിടെ വിശ്വസ്തനായ N. വാസുവിന്റെ അറസ്റ്റ് CPIM-നെ ഏറെ പ്രതിസന്ധിയിലും ആക്കിയിരിക്കുകയാണ്. N. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് മേലും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് സ്വർണ്ണമോഷണ കേസിന്റെ അന്വേഷണം എത്തുന്നത് വലിയ പ്രതിസന്ധിയാണ് സർക്കാരിനും CPM-നും ഉണ്ടാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ്: N. വാസു ഗുരുതരമായ ഗൂഢാലോചന നടത്തി ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ് സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടിലെ മറ്റു ചില പരാമർശങ്ങളും ഗുരുതരമാണ്. പ്രത്യേകിച്ച് കൂട്ടുപ്രതികളായ ആളുകൾ N. വാസുവിനെതിരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ കൂടി മൊഴികളായി നൽകിയിട്ടുണ്ട്. ഇക്കാര്യവും റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് കൂടി ഇതിൽ ഉൾപ്പെടില്ലേ എന്നതാണ് ചോദ്യം. അതായത് ദേവസ്വം ബോർഡിൻ്റെ അറിവോടുകൂടിയാണ് ഇതുണ്ടായത് എന്ന് പറയുമ്പോൾ അന്നത്തെ പ്രസിഡന്റായ A. പത്മകുമാറിലേക്കും മറ്റ് ഭരണസമിതി അംഗങ്ങളിലേക്കും കൂടി നീളുകയാണ് അന്വേഷണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം, N. വാസുവിന് പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായ പത്മകുമാർ അറസ്റ്റിലേക്ക് വന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. ഇപ്പോൾ N. വാസുവിൻ്റെ അറസ്റ്റിനെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും CPM-ഉം സർക്കാർ കേന്ദ്രങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദം അന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ പ്രവർത്തിച്ച കാലയളവിലെ പ്രശ്നങ്ങളാണ് N. വാസുവിൻ്റെ അറസ്റ്റിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നതാണ്. മറിച്ച് ദേവസ്വം ബോർഡിന് രാഷ്ട്രീയ നേതൃത്വം തലത്തിൽ നടത്തിയ നിയമനങ്ങളിലൊന്നും പിഴവ് പറ്റിയിട്ടില്ല എന്നതാണ് വാദം. പക്ഷേ അത് A. പത്മകുമാറിലേക്ക് കൂടി നീക്കങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ സാഹചര്യം മാറുമെന്നതാണ് സാഹചര്യം. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ആ തരത്തിലേക്ക് തന്നെ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ തെളിവ് ശേഖരണങ്ങൾ അന്വേഷണ സംഘം നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർ നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം A. പത്മകുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെ, അതായത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതിൻ്റെ തുടർ നീക്കങ്ങളുടെ ഭാഗമായി പത്മകുമാറിലേക്കും എത്തും. പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ തനിക്ക് സാവകാശം വേണമെന്ന ആവശ്യം പത്മകുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ, അത് ഏതൊക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് നീങ്ങും, അവിടെ സർക്കാരിന് മേലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും ചെറുതല്ല. എന്തായാലും പ്രതിപക്ഷവും ഈ രാഷ്ട്രീയ സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങേയറ്റം നിർണായകമാണ് ശബരിമല സ്വർണ്ണമോഷണ കേസിലെ അന്വേഷണം. അതാണ് N. വാസു ദേവസ്വം കമ്മീഷണറായി പ്രവർത്തിച്ച ആളാണ്. CPM-ന്റെ ലേബലിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ ആളാണ്. P. K. ഗുരുദാസൻ എന്ന CPM-ന്റെ നേതാവിൻ്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ PA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി N. വാസുവിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ മറയാക്കി എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചത്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചില്ല എങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുന്നിലേക്ക് വരുമായിരുന്നില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിക്കുകയും ചെയ്തു. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാൽ മതി. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം. ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം,
പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെന്റ് ദാൻ അതർ ബോർഡ്. മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുണ്ട്, ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത്. യെസ്, രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കി മാറ്റുന്നുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തെ. പക്ഷേ അതിനിടയിൽ ഇതാ മറ്റൊരു ഗുരുതരമായ വീഴ്ച കൂടി ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്നത്. സന്നിധാനത്ത് പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ നിയമിച്ചു എന്നുള്ളതാണ്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ് സന്നിധാനത്ത് പോലീസ് കൺട്രോളർ ആയി എത്തിയത്. അടൂർ ക്യാമ്പിലെ SI R കൃഷ്ണകുമാറിനെ നിയമിച്ചതിന് എതിരെ ആണ് ആരോപണം ഇപ്പോൾ ശക്തമാകുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷനിൽ ജോലി ചെയ്യവേ 2014 സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലാവുകയായിരുന്നു ഇദ്ദേഹം. CBI അറസ്റ്റ് ചെയ്ത 15 ദിവസം ഇദ്ദേഹത്തെ ജയിലിൽ കിടത്തുകയും ചെയ്തു. 3 വർഷം സസ്പെൻഷനിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. നിയമനം സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ശബരിമല ഡ്യൂട്ടിയിലുള്ള മുഴുവൻ പോലീസുകാരെ സംബന്ധിച്ചും കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ADGP S ശ്രീജിത്തിനാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശബരിമലയിൽ നിന്ന് കേരള സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇന്ന് നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. കേരളത്തിലെ സർവകലാശാലകൾ വലിയ തോതിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രത്യേകിച്ച് ഗവർണർ സർക്കാർ പോര് രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോഴിതാ ഇടവേളയ്ക്ക് ശേഷം വിവാദ ഭൂമിയായി മാറിയിരിക്കുകയാണ് കേരള സർവകലാശാല ആസ്ഥാനം. ഇന്ന് ചേർന്ന യോഗത്തിൽ ജാതി അധിക്ഷേപ വിഷയം ഉയർത്തിക്കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തി. യോഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ വൈസ് ചാൻസലറുടെ ഔദ്യോഗിക വാഹനം SFI പ്രവർത്തകർ തടയുകയും ചെയ്തു. വിവാദങ്ങൾക്ക് ശേഷം ഇന്ന് ചേർന്ന കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിലും പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ വ്യാപ്തി കൂടുകയായിരുന്നു. ഇന്ന് രാവിലെ ചേർന്ന സെനറ്റ് യോഗത്തിൽ 8:30 മുതൽ ആരംഭിച്ച സെനറ്റ് യോഗത്തിന് ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അതായത് ഈ ഡീൻ വിജയകുമാരി ജാതി അധിക്ഷേപം നടത്തിയ വിജയകുമാരിയെ ഈ സെനറ്റ് യോഗത്തിൽ നിന്നും മാറ്റി നിർത്തുക, ഒപ്പം തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവരെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റണം. ഈ ഒരു യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ അതിലെല്ലാവിധ അന്വേഷണങ്ങളും നടത്തണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പക്ഷേ 3 മണിക്കൂറിലധികം തുടർന്ന ഈ ഒരു സെനറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ ഇതിനൊന്നും മറുപടി പറയാതെ VC മോഹൻ കുന്നുമ്മൽ പിന്നീട് അജണ്ടയിലെ എല്ലാ കാര്യങ്ങളും പാസ്സായി എന്ന് പറഞ്ഞ് പിന്നീട് ഇറങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ ഒരു സെനറ്റ് യോഗം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിൽ SFIയുടെ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ നേതൃത്വത്തിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് വ്യാപകമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ബാരിക്കേഡുകൾ മറികടന്ന SFI പ്രവർത്തകർ പിന്നീട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുൻപ് എത്തുകയും തുടർന്ന് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും സംഘവൽക്കരണം, അതായത് ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണം അടക്കം അനുവദിക്കില്ല, അതിൽ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് അടക്കമായിരുന്നു SFIയുടെ നിലപാട്. RSS ഒരു സർവകലാശാല തലപ്പത്ത് കയറിയിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിഷ്കളങ്കമായി ചോദിച്ച ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ വർഗീയവാദികൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കുന്ന നിഷ്പക്ഷ ബുദ്ധിജീവികളെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ RSSകാരൻ ഈ സർവകലാശാലയുടെ തലപ്പത്ത് കയറിയിരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഒരു നിർധനനായ വിദ്യാർത്ഥിക്ക് ഈ സർവകലാശാലയിൽ ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള SFIയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നതിന് ശേഷമാണ് ഈ ഒരു മോഹൻ കുന്നുമ്മൽ VC പുറത്തേക്ക് വരുന്നതിനിടെ ഔദ്യോഗിക വാഹനത്തിന് വെച്ച് തന്നെ ഈ ഒരു VCയെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് SFI കടന്നത്. ഈ ഒരു ജാതി അധിക്ഷേപത്തിലും മറ്റെല്ലാ വിഷയങ്ങളിലും കാവ്യവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ മറുപടി തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു SFI പ്രവർത്തകർ, സംസ്ഥാന പ്രസിഡന്റ് അടക്കം നേതൃത്വത്തിലുള്ള ഈ SFI പ്രവർത്തകർ ഈ VCയുടെ വാഹനം തടയുകയും തുടർന്ന് വളരെയേറെ പോലീസിന്റെ അടക്കം ബലപ്രയോഗത്തിന് ശേഷമാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാൻ കഴിഞ്ഞത്. മാത്രമല്ല പലതവണയായി ഈ ഒരു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് വീണ്ടും പ്രവർത്തകർ ഈ ഒരു VCയെ തടയുകയും പുറത്തിറങ്ങി വരാനടക്കം ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നത്. പിന്നീട് പ്രവർത്തകരെ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ഈ ഒരു ജാതി അധിക്ഷേപത്തിൽ കേരളത്തിലുടനീളം SFIയുടെ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നാണ് SFIയുടെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഡീനെതിരെ കൃത്യമായി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നടക്കം ഒരു നടപടി ഉണ്ടാകണമെന്നാണ് SFIയുടെയും മറ്റും ആവശ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം ഡീനിനെ ന്യായീകരിച്ചെത്തിയ BJPയുടെ സിൻഡിക്കേറ്റ് അംഗം വെട്ടിലാവുകയും ചെയ്തു. ഡീൻ വിജയകുമാരിയെ ന്യായീകരിക്കാനെത്തിയ BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ജാതി പ്രസ്താവനയാണ് വിവാദത്തിലായത്. എന്താണത് എന്ന് കൂടി നോക്കാം. ഇന്ന് ചേർന്ന കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിന് ഇടയിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന BJP സിൻഡിക്കേറ്റ് അംഗങ്ങളായ വിനോദ് കുമാറും ഒപ്പം തന്നെ PS ഗോപകുമാർ അടക്കമുള്ള രണ്ട് വ്യക്തികളാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉന്നയിച്ചത്. അതായത് ഈ ഒരു വിജയകുമാരിക്കെതിരെ ഈ ഒരു പ്രബന്ധം സമർപ്പിച്ച വിദ്യാർത്ഥി ഉയർത്തിയ ഈ ഒരു പരാതി അത് അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരത്തിൽ യാതൊരുവിധ പരാമർശങ്ങളോ പരാതികളോ ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ഈ ഒരു വിജയകുമാരിക്കെതിരെ നടന്നിട്ടില്ല എന്നടക്കമുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു അവർ തുടക്കം തൊട്ട് തന്നെ ഈ ഒരു വിജയകുമാരിയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയത്. അതിനുശേഷമാണ് ഒരു വിവാദപരമായ തലത്തിലേക്ക് കാര്യങ്ങൾ നടന്നത്. അതായത് ഈ ഒരു വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നു, കുടുംബങ്ങൾക്കടക്കം ഭക്ഷണം തയ്യാറാക്കി നൽകുന്നതും വിളമ്പുന്നതും അടക്കം ഈ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്നായിരുന്നു ഈ വിനോദ് കുമാർ, BJPയുടെ സിൻഡിക്കേറ്റ് അംഗമായ വിനോദ് കുമാർ പരാമർശിച്ചത്. തുടർന്ന് ഇത് പിന്തുണച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ഗോപകുമാർ അടക്കമുള്ളവരും ഈ ഒരു ജാതി നോക്കിയല്ല ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പിന്തുണച്ചുകൊണ്ട് ഗോപകുമാർ രംഗത്തെത്തി. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. വിജയകുമാരി ടീച്ചർക്ക് ഞങ്ങളാരും ജാതി നോക്കിയല്ല ഒന്നിലും ഇടപെടുന്നത്. ഞങ്ങൾക്ക് ജാതീയമായ ചിന്തയില്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപ പരാമർശങ്ങൾ, ജാതി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവിടെ വെച്ച് തന്നെ അടിക്കും, അതായത് അത്തരത്തിലുള്ള ഒരു ആക്രോശം ആയിരുന്നു പിന്നീട് ആ സമയത്ത് ഈ ഒരു BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകർ അടക്കം ഉന്നയിച്ചത്. പിന്നീട് അത് ഈ ഒരു സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ഉണ്ടായ ഒരു വാക്ക് തർക്കത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുകയായിരുന്നു. പിന്നീട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പിന്നീട് സെനറ്റ് യോഗത്തിലേക്ക് തിരിച്ചു കയറുകയായിരുന്നു. വിജയകുമാരിയെ ന്യായീകരിക്കാനും പിന്തുണയ്ക്കുവാനും എത്തിയ ഈ BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ പരാമർശം പിന്നീട് SFI നേതൃത്വവും ഏറ്റെടുക്കുകയായിരുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കം ഇത്തരത്തിൽ ഈ ഒരു SFI പ്രവർത്തകർ ആ സമയത്ത് നടത്തിയ മറുപടി അത് വളരെ ഉചിതമായിരുന്നു എന്നും മാത്രമല്ല ഈ ഒരു അടിക്കുമെന്ന് പറയുന്നതിൽ പകരം അടിക്കുകയായിരുന്നു വേണ്ടതെന്നായിരുന്നു ശിവപ്രസാദിന്റെ മറുപടി. ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെ മന്നത്ത് പത്മനാഭന്റെ നാടായി കേരളത്തിലിരുന്നാണ് ജാതി പറയാൻ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ തയ്യാറാവുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, ആ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച് ജാതി അധിക്ഷേപം, ജാതി പേര് പച്ചക്ക് പറഞ്ഞ് ജാതി തിരിച്ച് വർത്തമാനം പറയാൻ തയ്യാറായപ്പോ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ SFI സഖാക്കൾ പ്രതികരിച്ചു. SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഇനി ജാതി പറഞ്ഞാൽ കാലേവാരി
ഭിത്തിയിൽ അടിക്കും. ജാതി വിവേചനം ഈ വിദ്യാർത്ഥിക്ക് അടക്കം ഉണ്ടായിട്ടുണ്ട്. പലരും ഈ ഒരു SFIയുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഗവേഷണത്തിലടക്കം പിന്തുണ ലഭിക്കുന്നത്. അല്ലാത്ത രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് തീരെ പിന്തുണ ലഭിക്കുന്നില്ല എന്നടക്കമുള്ള ഈ വിദ്യാർത്ഥിയുടെ പ്രസ്താവനയടക്കം ചേർത്തുകൊണ്ടായിരുന്നു ഈ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ഒരു ജാതി അധിക്ഷേപ വിഷയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് പിന്നീട് കൈവിട്ടു പോവുകയും പിന്നീട് വലിയ വിവാദമാവുകയും മറ്റുമായിരുന്നു. SFI ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു BJP വിജയകുമാരിയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പരാമർശങ്ങളെയും തള്ളിക്കൊണ്ട് BJP നേതൃത്വം വിജയകുമാരിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈയൊരു രാഷ്ട്രീയ ആയുധമായി ഒരു പ്രസ്താവനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. യെസ്, ഇത്തരത്തിൽ സർവകലാശാലയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയം CPIഎമ്മിന്റെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാത്തതിൽ വലിയ വിയോജിപ്പ് CPIഎമ്മിനുണ്ടായിരുന്നു. ഒടുവിലിതാ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു കത്തുമുഖേന. വിദ്യാഭ്യാസ വകുപ്പ് ആണ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചത്. കത്ത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കാൻ CPI മന്ത്രിമാർ രാവിലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഉച്ചയോടുകൂടിയാണ് കത്തയച്ചത്. ഫണ്ടിന്റെ ആദ്യ ഗഡു കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിരുന്നു. RSSന്റെ അജണ്ടയ്ക്കെതിരായ വിജയം എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതിന്മേൽ പ്രതികരിച്ചത്. CPIക്ക് അറിയാം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാതലെന്ന്. CPIക്ക് അറിയാം എന്താണ് CPM ബന്ധമെന്നും അറിയാം CPIക്ക്. അതെല്ലാം കൊണ്ട് CPI പറഞ്ഞു സംശയമൊന്നും ആക്കാൻ വേണ്ട, കത്തയക്കുക. ആ കത്ത് ഇപ്പോൾ അയച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം ആശങ്ക അസ്ഥാനത്താണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. PMC പോലെ ഒന്നിൽ CPIക്കും CPMനും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുന്ന തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വിജയം ഇന്ത്യയിലെമ്പാടും RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവണതയ്ക്കെതിരായിട്ടുള്ള വിജയമാണ്. PMC ധാരണാപത്രം ഒപ്പിട്ട തീരുമാനം മരവിപ്പിക്കാൻ നേരത്തെ ഇടതുമുന്നണിയും മന്ത്രിസഭയും തീരുമാനിച്ചിരുന്നു. ആഴ്ചകൾ പിന്നിട്ടിട്ടും ആ കത്ത് കേന്ദ്രത്തിന് അയക്കാത്തതിൽ CPIക്ക് അതൃപ്തിയുണ്ടായിരുന്നു. രാവിലെ CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് അക്കാര്യം അറിയിച്ചു. തൊട്ടു പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നടപ്പാക്കിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് അപ്പോൾ കാണാമെന്നൊരു പ്രതികരണം നടത്തിയത്. തൊട്ടു പിന്നാലെ ഉച്ചയോടുകൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ കത്ത് PMC പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കണം, സംസ്ഥാനത്ത് മന്ത്രിസഭ ഒരു ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട് ഇത് പഠിക്കാൻ, ആ പഠന റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന തീരുമാനം കേന്ദ്രത്തെ അറിയിച്ചു. അത് ശരിവെച്ചുകൊണ്ട് അത്തരം തീരുമാനമെടുത്തു അല്ലെങ്കിൽ കത്തയച്ചു എന്ന് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികൾ നിർത്തിവെച്ചതിനു വേണ്ടി കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുമെന്ന് പറഞ്ഞല്ലോ, അതിപ്പോൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് CPMനും CPIക്കും ഇക്കാര്യത്തിൽ ഇങ്ങനെ മാത്രമേ നിലപാടെടുക്കാൻ കഴിയൂ, CPM തീരുമാനം മാറ്റില്ല എന്ന് അറിയാമായിരുന്നു എന്ന മറുപടിയാണ് പിന്നീട് ബിനോയ് വിശ്വം നൽകിയത്. PMC പോലെ ഒന്നിൽ CPIക്കും CPMനും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുന്ന തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഏതായാലും CPMനെയും CPIയും തമ്മിൽ തെറ്റിച്ച വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ച മുന്നണി രാഷ്ട്രീയത്തെ പോലും പിടിച്ചുലച്ച ഒരു തർക്ക വിഷയത്തിന് പൂർണ്ണ പരിഹാരമാവുകയാണ്. PMC കരാറിൽ നിന്ന് ധാരണാപത്രം മരവിപ്പിക്കാൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു. കേന്ദ്രം പക്ഷേ അതിന് അനുകൂലമാകുമോ എന്ന കാര്യമൊക്കെ ഇനി കണ്ടറിയണം. അവിടെ സാങ്കേതികമായും നിയമപരമായും തടസ്സമുണ്ടാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും തൽക്കാലത്തേക്ക് CPIയും CPIയുമായുള്ള തർക്കങ്ങളിലെ ഇടതുമുന്നണിയിലൊരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായിരിക്കുന്നു. യെസ്, എന്തായാലും ആ വിഷയത്തിൽ അതായത് PMCയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പരിഹാരമെന്ന് പറയാം. ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം എന്താകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടെയായിരുന്നു ഓപ്പറേഷൻ നുങ്കൂറുമായുള്ള വാർത്തകൾ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വാഹനങ്ങൾ കടത്തി എന്നുള്ളതായിരുന്നു. അതിൽ ഭൂട്ടാനിൽ നിന്ന് രേഖകളില്ലാതെ വില കുറവിൽ ഒക്കെ വാഹനങ്ങൾ കടത്തി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുക തന്നെയാണ്. ഇപ്പോഴിതാ താരങ്ങളോട്
ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇ ഡി. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ ഇ ഡി നടൻ അമിത് ചക്കാലക്കിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദുൽഖർ സൽമാനും ഉടൻ നോട്ടീസ് നൽകും. താരങ്ങളുടെ വീടുകളിലെ റെയ്ഡിന് പിന്നാലെയാണ് നടപടി. ഭൂട്ടാൻ വാഹനക്കടത്തിൽ നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദുൽഖർ സൽമാന് ഉടൻ നോട്ടീസ് നൽകും. അമിത് ചക്കാലക്കലിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭൂട്ടാൻ കാർ കടത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത്. നടന്മാരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ചില രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് ഇ ഡിയുടെ പരിശോധന. വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പും അന്വേഷണ പരിധിയിലുണ്ട്. അതേസമയം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നാണ് ദുൽഖർ സൽമാൻ നേരത്തെ അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നത്. വ്യാജരേഖയുണ്ടാക്കി ഇന്ത്യയിലേക്ക് വാഹനം എത്തിച്ച ഇടനിലക്കാർ, കച്ചവടക്കാർ, വാഹനം വാങ്ങിയവർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ 17 ഇടങ്ങളിലായി കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ഇ ഡിയുടെ ഈ അന്വേഷണവും നടക്കുന്നത്. നടന്മാരെ കൂടാതെ വിദേശ വ്യവസായി, വാഹന ഡീലർമാർ എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അതിനിടെ കസ്റ്റംസ് പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം കേസ് തീരുന്നതുവരെ നിരത്തിലിറക്കരുത് എന്ന വ്യവസ്ഥയിൽ വിട്ടു നൽകിയിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ബോണ്ടുകളും ആൾജാമ്യവും വാങ്ങിയാണ് കസ്റ്റംസ് വാഹനം വിട്ടു നൽകിയത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റന്നാൾ റിലീസ് ചെയ്യാനിരിക്കെ ദുൽഖർ ചിത്രം കാന്ത കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചിത്രവുമായി ബന്ധപ്പെട്ട് നവംബർ 26 ദുൽഖർ സൽമാൻ നേരിട്ട് ഹാജരാകണമെന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗായകനും നടനുമായ MK ത്യാഗരാജ ഭാഗവതരുടെ കൊച്ചുമകൻ നൽകിയ കേസിലാണ് കോടതിയുടെ നടപടി. ത്യാഗരാജന്റെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ ഭാഗവതരുടെ ബയോപിക് നിർമ്മിച്ചുവെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സുപ്രധാന വിധിയുണ്ട്. അത് അമ്മയ്ക്ക് മക്കൾ ജീവനാംശം നൽകണം എന്നുള്ളതാണ്. അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണ്. വിദേശത്ത് 2 ലക്ഷം രൂപ വരുമാനമുള്ള മകന്റെ വാദം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഈ നിർണായകമായ ഉത്തരവ്. അമ്മയ്ക്ക് ജീവനാംശമായി മകൻ 5000 രൂപ നൽകണമെന്ന തിരൂർ കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലെത്തിയ മകന് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. 2 ലക്ഷം രൂപ വരുമാനമുള്ള മകന് 25,000 രൂപ തനിക്ക് ചെലവിനായി നൽകണം എന്ന് ആവശ്യപ്പെട്ടാണ് അമ്മ തിരൂർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം തനിക്ക് ഭാര്യയും മക്കളെയും നോക്കണം, താൻ വിവാഹിതനാണ്, അമ്മയെ നോക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് അമ്മ അർഹിക്കുന്നതല്ല എന്നുള്ള തരത്തിലുള്ള വാദമുഖവുമായാണ് മകൻ കോടതിയിൽ, അതായത് ഈ റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമാണ്. മക്കൾ ഏത് സാഹചര്യത്തിലുള്ളവരായി ആണെങ്കിൽ പോലും അമ്മയെയും അച്ഛനെയും പരിപാലിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. പ്രത്യേകിച്ചും അച്ഛന് മത്സ്യബന്ധന ബോട്ടുണ്ട്, അതിൽ നിന്ന് വരുമാനമുണ്ട്, അത് അച്ഛൻ അമ്മയ്ക്ക് നൽകുന്നുണ്ട്. അതുപോലെ അമ്മ പശുവിനെ വളർത്തുന്നുണ്ട്, അതിൽ നിന്ന് മികച്ച ആദായം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ചെലവിന് നൽകേണ്ട സാഹചര്യമില്ല എന്ന് മകൻ പറയുമ്പോൾ അത് അമ്മയുടെ അന്തസ്സിനെ മകൻ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അച്ഛൻ അമ്മയ്ക്ക് ചെലവിന് നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമല്ല. അത് മാത്രമല്ല 2 ലക്ഷം രൂപ മാസവരുമാനമുള്ള മികച്ച രീതിയിൽ ജീവിക്കുന്ന മകന് തന്റെ അമ്മയുടെ ജീവിത രീതികളും ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ അത്രയും മികച്ച രീതിയിൽ അമ്മയെ ജീവിക്കാൻ അനുവദിക്കേണ്ട ഉത്തരവാദിത്വം മകനുണ്ട്. മാത്രമല്ല ഈ 60 വയസ്സുള്ള സ്ത്രീ പശുവിനെ വളർത്തി ജീവിക്കണമെന്ന് മകൻ പറയുമ്പോൾ 60 വയസ്സുള്ള സ്ത്രീയുടെ കായിക അധ്വാനം കൂടി പരിഗണിക്കണമെന്നും, പശുവിനെ വളർത്തൽ കായിക അധ്വാനം ആവശ്യമുള്ള ജോലിയാണ്, ആ വയസ്സിലും അമ്മ അധ്വാനിച്ച് ജീവിക്കണമെന്ന് മകൻ ആവശ്യപ്പെടുന്നത് പോലെയുണ്ടെന്ന് കോടതി പറഞ്ഞു. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ചും നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മകൻ അമ്മയുടെ കൂടെ ജീവിത നിലവാരം ഉറപ്പുവരുത്താത്തൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാരതീയ ന്യായ സംഹിത അനുശാസിക്കുന്നത് പ്രകാരം
മക്കൾ മാതാപിതാക്കളെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ചും അമ്മയ്ക്ക് മകനിൽ നിന്നും ജീവനാംശം അവകാശപ്പെടാം, അത് ഏത് സാഹചര്യത്തിലായാലും എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക, അതല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ചെലവിന് നൽകാതെ അല്ലെങ്കിൽ അവരുടെ ചെലവുകൾ നൽകാതെ, അവർക്ക് ആവശ്യമുള്ള പണം നൽകാതെയും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകാതെയും ഒക്കെ തള്ളിക്കളയുന്ന മക്കൾക്ക് ഒരു തിരിച്ചടിയാവുന്ന തരത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, ഈ തിരൂർ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്താണ്, അതായത് മകനിൽ നിന്നും ജീവനാംശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ തിരൂർ കുടുംബ കോടതിയെ സമീപിക്കുകയും അത് 25,000 രൂപ വേണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് 5,000 രൂപ മാസം നൽകണമെന്ന് തിരൂർ കോടതി വിധിക്കുകയും ചെയ്തു. ആ വിധിയെ ചോദ്യം ചെയ്തുള്ള റിവിഷൻ ഹർജിയുമായിട്ടാണ് മകൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആ സാഹചര്യത്തിൽ തിരൂർ കുടുംബ കോടതിയുടെ വിധി അങ്ങനെ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എങ്കിൽ ബീഹാറിന്റെ വിധി എന്ത് എന്നറിയാൻ നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി. ഇപ്പോഴിതാ പുതിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴും അവിടെ NDA സഖ്യം തന്നെ ഭരണ തുടർച്ചയിലേക്ക് എന്നുള്ളതാണ്. പക്ഷേ അതിനെ തള്ളിക്കളയുകയാണ് മഹാസഖ്യം. അവിടെ സർക്കാർ രൂപീകരിക്കും മഹാഗഡ്ബന്ധൻ എന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. മനു ഭരത് ചേരുന്നുണ്ട്. മനു, നെഞ്ചിടിപ്പിന്റെ സമയമാണ്. എങ്ങനെയാണ് NDAയുടെ പ്രതീക്ഷകൾ? തേജസ്വി യാദവ് വലിയ ആത്മവിശ്വാസത്തിലാണോ മറുഭാഗത്ത്? അഭിലാഷ്, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പലയിടങ്ങളിലും BJP ലഡു ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന ആസ്ഥാനത്ത് 501 കിലോ ലഡു ഓർഡർ ചെയ്തു എന്ന വിവരങ്ങൾ കൂടിയാണ് അവിടുന്ന് പങ്കുവയ്ക്കുന്നത്. പക്ഷേ തങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസം തേജസ്വിയും പുറപ്പെടുവിക്കുന്നു. തേജസ്വി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തേജസ്വി തള്ളിക്കളയുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും മുഖവിലേക്കെടുക്കേണ്ട കാര്യമില്ല. ഈ സർക്കാരിനെ മാറണം, അല്ലെങ്കിൽ ഈ നിലവിലെ ബീഹാറിലെ സർക്കാർ മാറണം, സർക്കാരിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് തേജസ്വിയുടെ പ്രതികരണം. അതേസമയം BJP അധ്യക്ഷൻ ദീപക് ജയ്സ്വാൾ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന നിലപാട് വ്യക്തമാക്കുകയാണ്. അപ്പോൾ NDA ക്യാമ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അതേസമയം മഹാസഖ്യവും തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാനാകും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പക്ഷേ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ ഈ മഹാസഖ്യത്തിന് അനുകൂലമല്ല. ഇന്ന് പുറത്തു വന്ന ആക്സിസ് മൈ ഇന്ത്യ 121 സീറ്റ് മുതൽ 140 സീറ്റുകൾ വരെ BJPക്ക് കിട്ടും എന്ന് പറയുന്നു. മഹാഗഡ്ബന്ധനാകട്ടെ 118 സീറ്റുകളാണ് ഏറ്റവും കൂടിയാൽ കിട്ടുക എന്ന് പറയുന്നു. 43% വോട്ടുകൾ NDAക്ക് കിട്ടുമെന്നാണ് ഇന്ന് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം 41% വോട്ടുകൾ ആണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത്. അതോടൊപ്പം ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചോദ്യത്തിന് ഇന്ന് വന്നിട്ടുള്ള ഫലങ്ങൾ, അതിൽ പുരുഷന്മാർ കൂടുതലും തേജസ്വി ആകണം എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം NDA അധികാരത്തിൽ വരണമെന്ന് സ്ത്രീകൾ കൂടുതലായി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ സർവേകളിൽ പങ്കെടുത്തവർ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണമായി സ്ത്രീകൾ ഈ നിതീഷ് വരണം എന്ന് പറയുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിലെ മദ്യനിരോധനമാണ്. അത് സ്ത്രീകൾക്ക് വലിയ ഒരു ഗുണം ചെയ്തു എന്നാണ് അവരിൽ ഭൂരിഭാഗവും അവകാശപ്പെടുന്നത്. അതോടൊപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക സഹായവും വലിയ തോതിൽ ഗുണം ചെയ്തു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ടുഡേസ് ചാണക്യയും സമാനമായ രീതിയിൽ ഒരു BJP-JDU സഖ്യത്തിന് ഒരു മുൻഗണന അല്ലെങ്കിൽ മികച്ച വിജയം നേടും എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. എല്ലാ സർവേകളും ഒരു കാര്യം വ്യക്തമാക്കുന്നത്, അതിൽ JDU സർക്കാരിനാണ് കാര്യമായ നേട്ടം. എല്ലാവരും JDU ജനതാദൾ യുണൈറ്റഡിനാണ് കാര്യമായ നേട്ടം എല്ലാവരും പ്രവചിക്കുന്നത്. അതിൽ BJPയേക്കാൾ കൂടുതൽ സീറ്റുകളിൽ JDU ജയിക്കും എന്ന ഒരു വിലയിരുത്തലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പല സബ് കാസ്റ്റ് ഡിവിഷനുകളുടെ വോട്ട് ഷെയറുകൾ കൂടി പരിശോധിക്കുമ്പോൾ അത് ഇതിൽ SC വിഭാഗം 52% NDAക്കൊപ്പം നിൽക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയം എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് 61% NDA സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. OBC വിഭാഗത്തിൽ 60% വോട്ടുകൾ NDAക്ക്
ലഭിക്കും എന്ന വിവരങ്ങൾ ആണ് വരുന്നത്. ഈ പാസ്വാൻ സമുദായത്തിൽ പെട്ടവർ 64% NDAക്കൊപ്പമാണ് എന്ന വിവരം വരുന്നു. അപ്പോൾ ഈ ചിരാഗ് പാസ്വാനെ കൂടെ കൂട്ടിയത് അല്ലെങ്കിൽ ചിരാഗ് പാസ്വാന് കൂടുതൽ പ്രാധാന്യം നൽകിയത് NDAക്ക് ഒരു അനുകൂല ഘടകമാണ് എന്ന ഒരു ചിത്രം വരുന്നു. അതേസമയം OBCകൾ പിന്നോക്ക വിഭാഗമെല്ലാം കൂടുതലായി ഇത്തവണ NDAക്കൊപ്പം നിന്നിരിക്കുന്നു എന്ന ചിത്രവും കൂടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആക്ച്വൽ പോൾ ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും മാറാറുണ്ട്. അങ്ങനെ മാറുമോ എന്ന ആശങ്ക ഒരു വശത്ത്, അങ്ങനെ പ്രതീക്ഷ വയ്ക്കുന്നു മഹാഗഡ്ബന്ധൻ. പക്ഷേ ലഡുവിൻ്റെ കാര്യത്തിൽ BJP ആണ് ആദ്യം ലഡു ഓർഡർ ചെയ്തിരിക്കുന്നത്. യെസ്, എന്തായാലും ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ NDA വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പ്രവചിക്കുന്നത് ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് അവിടെ മഹാസഖ്യത്തിന് പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നതായി പുറത്തു വരുന്നത്. മറ്റെല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്ക് കൃത്യമായ മേൽക്കൈ പറയുന്നു എന്ന് മാത്രവുമല്ല, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പോലും 130 മുകളിലേക്ക് സീറ്റുകൾ എന്നതാണ്. അതുകൊണ്ടായിരിക്കാം മനു ഭരത് പറയുന്നത് പോലെ ബീഹാറിൽ അവിടെ NDA ലഡു ഓർഡർ ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് ന്യൂസ് അറ്റ് 9 അവസാനിപ്പിക്കാം. അതിന് തൊട്ടു മുമ്പ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ കൂടി പരിശോധിക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 11,505 രൂപ, പവൻ 92,040 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,505, പവൻ 76,040 രൂപ. വെള്ളി ഗ്രാം 168, കിലോ 1,68,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ന്യൂസ് 9 പൂർണ്ണമാകുന്നു. നമസ്കാരം.